അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളെ ലിസാനിലെ 11ാമത്തെ പാഠം അല്ലാഹു ഖാലിഖുന എന്നുള്ള പാഠമാണ്. അല്ലാഹു ഖാലിഖുന, അല്ലാഹു ആണ് നമ്മുടെ സൃഷ്ടാവ്, അല്ലേ? നമ്മുടെ സൃഷ്ടാവ് അല്ലാഹു ആണ് എന്നുള്ള ഈ ഒരു പാഠഭാഗം. അപ്പോൾ ഈ ആദ്യം തന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ എന്താണ് ഈ പാഠഭാഗത്ത് പറയുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ പാഠത്തിൽ പറയുന്നത് ജവാസിമുൽ മുലാരിയ, അതുപോലെ തന്നെ നവാസിബുൽ മുലാരിയ, ഇതിനെക്കുറിച്ചാണ്. ജവാസിം അല്ലെങ്കിൽ നവാസിബ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ജാസിം എന്നും പറയും. ചോദ്യപേപ്പറിലൊക്കെ ജാസിമുൽ മുലാരി എന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ നാസിബുൽ മുലാരി എന്നൊക്കെ ഉണ്ടാവുക. ജവാസിം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹർഫുകൾ ഒരുമിച്ചുണ്ടാകുമ്പോഴാണ് അതിനെ ജമ്മാക്കി ഉപയോഗിക്കുന്നതാണ് ജവാസിം. നവാസിബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണത്തിനെ ജമ്മാക്കി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഓരോ ഹർഫിന് ഒറ്റയ്ക്ക് പറയുമ്പോൾ നാസിബ് എന്നോ അല്ലെങ്കിൽ ജാസിം എന്നൊക്കെ കാര്യം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ എന്താണ് പറയണത്? നമ്മൾ മുലാരിയായ ഫിഅലുകൾ മാലി, അല്ലേ, മുലാരിയ, അങ്ങനെയൊക്കെ അംറ്, നഹി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ മുലാരിയായ ഫിഅലുകളിൽ ചില അക്ഷരങ്ങൾ അതിൻ്റെ തുടക്കത്തിൽ വന്നാൽ ആ മുലാരിയായ ഫിഅലിലേക്ക് ഒന്നിലേക്ക് ജസ്മ് ഉണ്ടാവും. ജസ്മ് എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ സുക്കൂൻ ഉണ്ടാവും, അല്ലെങ്കിൽ നസ്ബ് ഉണ്ടാവും, അവസാനത്തിൽ ഫത്ഹ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പഠിച്ചാണല്ലേ, നസ്ബ് എന്ന് പറഞ്ഞാൽ ഫത്ഹ് അല്ലെങ്കിൽ ഫത്ഹ് തൻവീനൊക്കെ അവസാനത്തിലുണ്ടാവും. റഫ് എന്ന് പറഞ്ഞാൽ ലമ്മ് ഉണ്ടാവും, അല്ലെങ്കിൽ ലമ്മ് തൻവീ ഉണ്ടാവും, അല്ലെങ്കിൽ ജർ എന്ന് പറഞ്ഞാൽ കസർ ഉണ്ടാവും, കസർ തൻവീ ഉണ്ടാവും. ഇങ്ങനത്തെ ഇതിനൊക്കെയാണ് എന്ത് പറയാം, ഇറാബ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നേരത്തെയൊക്കെ കുറേ പഠിച്ച തന്നെയാണ്. ജസ്മ് ചിലപ്പോൾ നമ്മൾ വല്ലാതെ കേട്ടിട്ടുണ്ടാവില്ല. അവസാനത്തിൽ സുക്കൂൻ വരുന്നതിനാണ് ജസ്മ് എന്ന് പറയുന്നത്. അവസാനത്തിൽ സുക്കൂൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെറിയൊരു ഉദാഹരണം നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാവും. ഇപ്പം വലത എന്നുള്ളൊരു ഫീലുണ്ട്, മാലിയായ ഫീലാണ് വലത. അതിൻ്റെ മുലാരിയാണ് യലിദു, അല്ലേ? യലിദു എന്നുള്ളത് അതിൻ്റെ മുലാരിയാണ്, അല്ലേ? നമുക്കറിയാമല്ലോ, മാലി മുലാരിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുന്നിൽ ലം എന്നുള്ള ഈ ഒരു ഹർഫ് വരികയാണെങ്കിൽ ഈ മുലാരിയായ ഫീലിൻ്റെ മുന്നിൽ ഈ പറയപ്പെട്ട ലമ്മ് വന്നാൽ അതിൻ്റെ അവസാനത്തിൽ യലിദ് എന്നാവും. ഇവിടെ യലിദു എന്നുണ്ടായിരുന്നത് വലത യലിദു, അല്ലേ? മുലാരിയായ ഫീലൊക്കെ റഫ് ആയിരിക്കും, അപ്പോൾ യലിദു എന്നുണ്ടാവുക. ഇതിൻ്റെ മുന്നേ ഇങ്ങനെ ഒരു അക്ഷരം വന്നാൽ യലിദ് എന്നാവും, ലം യലിദ് എന്നാണ് പറയുക. അപ്പോൾ അതൊരു ഈ ഒരു അക്ഷരത്തിൻ്റെ മാത്രം പ്രത്യേകത അല്ല, വേറെയും ചില അക്ഷരങ്ങളുണ്ട്. ഇൻ, ലം, ലമ്മ, ലാമുൽ അംറ്, ലാലിൻ നഹി. ഇതൊക്കെ ഇപ്പോൾ ഈ ലാമ് മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. ലാ എന്നുള്ള ഒരു അക്ഷരം മാത്രമേ ഇവിടെ ഉള്ളൂ. അംറിൻ്റെ ലാമ്, നഹിൻ്റെ ലാമ് എന്നതിൻ്റെ അർത്ഥം. അതല്ലാതെ ലാമുൽ അംറ് എന്നുള്ള മൊത്തം വരും എന്നുള്ളതല്ല, ലാ എന്ന അക്ഷരം കേട്ടോ. അപ്പോൾ പറയാണ് എന്താണ് ഇവിടെ പറഞ്ഞത്? അപ്പോൾ ഈ അക്ഷരങ്ങൾ മുലാരിയായ ഫീലിൻ്റെ മുന്നിൽ വന്നാൽ അതിൻ്റെ അവസാനത്തെ ഇതേ രൂപത്തിൽ ജസ്മ് ഉണ്ടാവും, സുക്കൂൻ ഉണ്ടാവും. ജസ്മ് എന്നതിന് പറയാം കേട്ടോ. അതുണ്ടാവും എന്നുള്ളതാണ് ഒരു കാര്യം നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം ഇതേ രൂപത്തിൽ തന്നെ സംഭവമാണ്. എന്ത്? മുലാരിയായ ഫീലിൻ്റെ മുന്നിൽ നേരത്തെ ഈ പറഞ്ഞതുപോലെ ഈ പറയപ്പെട്ട അക്ഷരങ്ങൾ അൻ, ലൻ, കൈ, ഈതൻ, ഈ അക്ഷരങ്ങൾ മുലാരിയായ ഫീലിൻ്റെ മുമ്പിൽ വന്നാൽ അവിടെ നിന്നുണ്ടാവും അവസാനത്തിൽ നസ്ബ് ഉണ്ടാവും. ഉദാഹരണം പറയുന്നത് അഖറ, ഇതൊരു മാദിയായ ഫീലാണ്. അതിൻ്റെ മുലാരി യു അഖിറു എന്നുണ്ടാവും, യു അഖിറു, അല്ലേ? അവസാനത്തിൽ റഫ് ആണുള്ളത്, യു അഖിറു. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പറയപ്പെട്ട ലന്ന് വന്നതുകൊണ്ട് എന്തുണ്ടായി? യു അഖിറ എന്നായി, ലൻ യു അഖിറ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മുലാരിയ ഫീലിൻ്റെ മുന്നിൽ ഈ അക്ഷരങ്ങൾ വന്നാൽ മുലാരിയ ഫീലിലേക്ക് ജസ്മ് ചെയ്യും, ഈ അക്ഷരങ്ങൾ വന്നാൽ മുലാരിയ ഫീലിലേക്ക് നസ്ബും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഈ പാഠത്തിൽ പറയാനുള്ളത് കേട്ടോ. നമുക്കിത് പാഠത്തിലേക്ക് കടന്നു നോക്കാം. അല്ലാഹു ഖാലിഖുന, അല്ലാഹു ആണ് നമ്മുടെ സൃഷ്ടാവ്. അല്ലാഹു ഖാലിഖുന വഹുവ റാസിഖുന, അല്ലാഹു തആല തന്നെയാണ് നമുക്ക് ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ തരുന്നത്. അല്ലാഹു തആല തന്നെയാണ് വഹാദീന, നമ്മളെ ഹിദായത്തിലാക്കുന്നത്, നമ്മളെ സന്മാർഗത്തിലേക്ക് ആക്കുന്നതൊക്കെ തന്നെയാണ് അല്ലാഹു ആണ്. വഹുവ ഖദീമുൻ ബാഖിൻ, അല്ലാഹു പണ്ടേ ഉള്ളവനാണ്. ബാഖിൻ എന്നെന്നും നിലനിൽക്കുന്ന ആളുമാണ്. ലം യലിദ്, അല്ലേ? യലിദ് എന്നാ പറഞ്ഞല്ലേ, യലിദു എന്നാ ശരിക്കും ഉണ്ടാവേണ്ടത്. യലിദ് എന്ന് പറഞ്ഞത് ലം എന്ന അക്ഷരം അതിന് മുൻപ് വന്നതുകൊണ്ടാണ് ലം യലിദ്. അള്ളാഹു എന്തല്ല, പ്രസവിച്ചിട്ടില്ല. വലം യൂലദ്, അവൻ ആരെയും പ്രസവിക്കപ്പെട്ടു. അപ്പോൾ അള്ളാഹു താല മക്കളില്ല, അള്ളാഹു താല ആരെയും മകനും അല്ല, ആരെങ്കിലും മക്കളിൽപ്പെട്ട ആളും അല്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണുള്ളതല്ല നമ്മൾ പ്രധാനം. ലം യലിദ് വലം യൂലദ്, അവിടെ കദ് എന്ന അവസാനത്തിൽ വന്നു. വലം യക്കുൻ, അല്ലേ? വലം യക്കുൻ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യമായിട്ട് വേറെ ആരും ഇല്ല. ഇവിടേക്ക് വന്ന് ലം എന്നതിന് ശേഷം യലിദ്, യൂലദ്, യക്കുൻ എന്നൊക്കെ വന്നത് കണ്ടില്ലേ? അതാണ് കേട്ടോ പ്രധാനം. നോക്കുക.
അൻസൽ അള്ളാഹുൽ ഖുർആൻ, അള്ളാഹു താല ഖുർആൻ ഇറക്കി കാഫത്തിൽ ഇൻസി വൽ ജിന്നി, മനുഷ്യവർഗത്തിനും അതുപോലെ തന്നെ ജിന്ന് വർഗത്തിനും മൊത്തത്തിലാണ് അള്ളാഹു താല ഖുർആൻ ഇറക്കിയത്. ബയ്യന ഫീഹിൽ അവാമിറ വൻ നവാഹിയ, അതിലൊരുപാട് കൽപ്പനകളുണ്ട് വിരോധനകളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വിരോധിക്കുന്നതായിട്ടും അതിൽ വിശദീകരിക്കുന്നുണ്ട്. തവാരീഖൽ ഉമമിൽ മാലിയ, മുൻകഴിഞ്ഞ എന്ന് പറഞ്ഞാൽ സമുദായം, മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ ചരിത്രങ്ങളൊക്കെ, കഴിഞ്ഞു പോയ സമുദായങ്ങളിലെ ഫിറഔന്റെ സമുദായം, മൂസാ നബിയുടെ സമുദായം, ആദ് സമൂഹം, അങ്ങനെ ഒരുപാട് സമൂഹത്തിൻ്റെ കഥകൾ എന്ത് ചെയ്യുന്നുണ്ട്, ചരിത്രങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ, അള്ളാഹു തആല എന്താണ്, ലോകരക്ഷിതാവാണ്, ലോകത്തിലുള്ള എല്ലാ സാധനത്തിൻ്റെയും രക്ഷിതാവാണ്. ഖലഖൽ അർള വസ്സമാവാതി, അർളിനെയും ഭൂമിയെയും അതുപോലെ തന്നെ ആകാശങ്ങളെയൊക്കെ എന്താണ്, ഭൂമികളെയും ആകാശങ്ങളെയൊക്കെ അള്ളാഹു തആലയാണ് പടച്ചത്. വയഖൂലു ഫിൽ ഖുർആനിൽ കരീം, എന്നിട്ട് അള്ളാഹു തആല ഖുർആനിലൂടെ പറയാണ്, അവലം യറല്ലദീന കഫറു, നിങ്ങൾ കാണുന്നില്ലേ എന്ത്, അന്നസ്സമാവ, അതായത് കാഫിരീങ്ങളായവരോട് പറയണേ, സത്യനിഷേധികളെ നിങ്ങൾ കാണുന്നില്ലേ, അന്നസ്സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ, അതായത് ആകാശവും ഭൂമിയൊക്കെ പണ്ടെന്തായിരുന്നു, അങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു സാധനമായിരുന്നു, എന്നിട്ട് നാം അത് രണ്ടിനെയും വേർപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അത് രണ്ടും ആദ്യം ഒന്നായിട്ട് ഒട്ടിച്ചേർന്നതായിരുന്നു, പിന്നെ അതിനെ വേർപ്പെടുത്തി. വഖാല ഐദൻ, അല്ലാഹു തആല വീണ്ടും പറയുന്നു, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അലം തറ, നിങ്ങൾ കാണുന്നില്ലേ എന്ത്, കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനക്കലഹക്കാർ എന്ന് പറഞ്ഞാൽ എന്താ, അസ്ഹാബുൽ ഫീൽ ആനക്കാർ, ആനയുമായിട്ട് കഅബ പൊളിക്കാൻ വേണ്ടി വന്ന സംഭവം ഉണ്ടല്ലോ, അവരെ കൊണ്ട് അല്ലാഹു തആല എന്താണ് ചെയ്തത് നിങ്ങൾ കാണുന്നില്ലേ എന്ന്. അവർക്ക് എന്താണ്, കല്ലുകൾ കൊണ്ട് അവരെ പക്ഷികൾ എറിഞ്ഞുകൊണ്ട് ആട്ടി ഓടിച്ചേക്കാണല്ലേ, അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ. വഖാല തആല വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണം വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം, സദഖ ചെയ്യണം, മറ്റ് എന്താണ് സകാത്തുകൾ കൊടുക്കണം എന്നൊക്കെ പറയുന്ന ആയത്തുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് നൽകിയതിന് നിങ്ങൾ ചിലവഴിക്കണം കേട്ടോ. വഖാല ഐദൻ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, ഒരാൾക്ക് അവധി എത്തിയാൽ, മരിക്കാനായ പിന്നെ ആരെയും അല്ലാഹു തആല എന്ത് ചെയ്യില്ല, അവിടെ നിർത്തൂല, പിന്നെ അപ്പം മരിക്കേണ്ടി വരും, ആർക്കും അവധി നീട്ടിക്കൊടുക്കില്ല. ഈ യുഅഖിറ എന്നുള്ളത് ഇപ്പം നമ്മളെ ഈ ചുവന്ന അക്ഷരത്തിൽ കാണേണ്ട വാക്കാണ്, അവിടെ അത് കൊടുത്തിട്ടില്ല, അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കട്ടോ. വലൻ യുഅഖിറ, അപ്പം ആർക്കും അവധി എത്തിയാൽ ആരും അല്ലാഹു തആല നിർത്തുകയില്ല, എന്ത് ചെയ്യും, അവർ മരിക്കും എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ എന്താണ് ഈ പാഠത്തിലുള്ളത്, നറ ഫി ഹാദ ദർസി, ഈ പാഠത്തിൽ നമ്മൾ കണ്ടു കാണുന്നു, അഫ്ആലൻ മുലവ്വന, നിറം കൊടുത്ത്, ലം യലിദ് വലം യൂലദ് ലം യകുൻ ലം യറ ലം തറ, ഇതൊക്കെ നമ്മൾ കണ്ടു. കുല്ലുഹ അഫ്ആലുൻ മുളാരിഅത്തുൻ മജ്സൂമത്തുൻ ബില്ലം, ലമ്മ കൊണ്ട് ജസ്മ ചെയ്യപ്പെട്ട ഇതാണ് എല്ലാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ലം യലിദ് ഇവിടെ കണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയും കാണുന്നുണ്ട്, ഇവിടെ ഒന്നും കാണുന്നില്ല എന്നുള്ളൂ, അവിടെയൊക്കെ ജസ്മ തന്നെയാണ്, അവിടെ ചില കാര്യങ്ങൾ പോയേക്കാണ്. അപ്പോൾ അത് നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് വലിയ ക്ലാസ്സുകളിൽ പഠിക്കൂട്ടോ. അപ്പം അവിടെ ലം യറ എന്നുള്ളത് അതിൻ്റെ ഉദാഹരണമാണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിച്ചോളും ഇൻഷാ അല്ലാഹ്. അതവിടെ കാണാത്ത ഒരു ജസ്മ്, ആ സുക്കൂൻ അവിടെ കാണുന്നില്ല എന്നേ ഉള്ളൂ, നിങ്ങൾ ജസ്റ്റ് അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് രണ്ടും അതിൻ്റെ ഉദാഹരണമാണെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. വലം നറ ഫിഅലൈനി, മറ്റ് രണ്ട് ഫീലുകൾ നമുക്ക് കാണാൻ, അൻ യഅതിയ വലൻ യുഅഖിറ, നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട്, അൻ യഅതിയ വലൻ യുഅഖിറ, എന്നെ കണ്ടില്ല, ഇവിടെയൊക്കെ അവസാനത്തിൽ ഈ സാധനം വന്നതുകൊണ്ട് ഇവിടെ എന്തുണ്ട്, ഫതഹ് ഉണ്ട് കേട്ടോ. കിലാഹുമ, ഇത് രണ്ടും ഫിഅലാനി മുളാരിയാനി മൻസൂബാനി ബി ഹർഫൈൻ നസ്ബി അൻ ലൻ, അൻ വലൻ, അന്ന് കൊണ്ടും അതുപോലെ തന്നെ ലെന്ന് കൊണ്ടും എന്താണ് നസ്ബ് ചെയ്യപ്പെട്ട മുളാരിയായ രണ്ട് ഫീലുകളാണ് ഈ കാണുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ അപ്പം ഇത്രയും കാര്യമാണ്, മുളാരിയ ഫീലിൻ്റെ മുന്നിൽ ലം അതുപോലത്തെ കാര്യങ്ങൾ വന്നാൽ മുളാരിയ ഫീലിലേക്ക് അവസാനത്തിൽ ജസ്മ ഉണ്ടാവും, ലെന്ന് പോലത്തെ കാര്യങ്ങൾ വന്നാൽ മുളാരിയ ഫീലിലേക്ക് അവസാനത്തിൽ നസ്ബു ഉണ്ടാവും കേട്ടോ. അതാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞത്. ഇനിയുള്ളത് നാസിബുൻ, അങ്ങനെ അതിൻ്റെ മുമ്പ് ഒരു വരി വിട്ടുപോയി. ഇദാ ദഖല അലാൽ ഫിഅലിൽ മുളാരിയായി, ഫുലാരിയായ ഫിഅലിന്മേൽ പ്രവേശിച്ചാൽ, ജാസിമുൻ ജസ്മ ചെയ്യുന്ന അക്ഷരങ്ങൾ പ്രവേശിച്ചാൽ, യുജ്സമു ജസ്മ ചെയ്യപ്പെടും. അപ്പോൾ മുളാരിയ ഫിഅലിന് മുമ്പ് ജസ്മിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ ജസ്മ ചെയ്യപ്പെടും. വൈദാ ദഖല നാസിബുൽ യുൻസബു, അവിടെ മുളാരിയ ഫിഅലിന് നാസിബ്
പ്രവേശിച്ചാൽ എന്ത് ചെയ്യും? നസ്ബും ചെയ്യപ്പെടും. അപ്പോൾ ഈ ഒരു വരികളൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കാറുണ്ട്. കാരണം ഇതൊക്കെ ഇതേ രൂപത്തിൽ ഇപ്പം ഇങ്ങനെ ഇതാ ദഖലൽ ഫീൽ മുദാരി ഡാഷ് എന്നുള്ള രൂപത്തിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അതേ രൂപത്തിൽ പഠിച്ചു വെക്കട്ടോ. പിന്നെ വൽ ഹുറൂഫുല്ലത്തി തജ്സിമുൽ മുദാരിയ ഖംസത്തുൻ. മുദാരിയ ഫീലിലേക്ക് ജസ്മ് ചെയ്യുന്ന അക്ഷരങ്ങൾ 5 എണ്ണമാണ്. അപ്പം ജസ്മ് ചെയ്യുന്ന അക്ഷരങ്ങൾ എത്ര എണ്ണമാണ്? 5 എണ്ണമാണ് കേട്ടോ. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ അതൊക്കെ എണ്ണം എത്രയാണെന്നുള്ള രൂപത്തിൽ ചോദിക്കും. 5 എണ്ണമാണ്. വഹിയ എന്തൊക്കെയാണ്? ഇൻ 1, ലം 2, ലമ്മ 3, ലാമുൽ അംറ് 4, ലാലിൻ നഹി 5. അങ്ങനെ 5 കാര്യങ്ങളാണ് എന്തുള്ളത്? ലാമുൽ അംറ് അംറിൻ്റെ ലാമും ലാലിൻ നഹി നഹിയുടെ ലാമും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 5 എണ്ണമാണ് മുദാരിയ ഫീലിലേക്ക് എന്ത് ചെയ്യുക? ജസ്മ് ചെയ്യുന്നത്. വൽ ഹുറൂഫു നാസിബത്തു. മുദാരിയ ഫീലിലേക്ക് നസ്ബ് ചെയ്യുന്നത് 4 എത്ര എണ്ണമാണ്? 4 എണ്ണമാണ്. ഇപ്പോൾ 4 കാര്യങ്ങളാണ് 4 ഹർഫുകളാണ് മുദാരിയ ഫീലിലേക്ക് നസ്ബ് ചെയ്യുന്നത് കേട്ടോ. 1 വഹിയ അവകൾ, അൻ എന്നുള്ള അക്ഷരം 1, ലൻ എന്നുള്ളത് 2, കൈ എന്നത് 3, ഇതൻ 4 കേട്ടോ. അപ്പോൾ അൻ ലൻ കൈ ഇതൻ എന്നുള്ളത് നസ്ബും ചെയ്യും. ഇൻ ലം ലമ്മ ലാമുൽ അംറ് ലാലിൻ നഹി എന്നുള്ള അക്ഷരങ്ങൾ എന്ത് ചെയ്യും? ജസ്മും ചെയ്യും കേട്ടോ. അല്ലൻ കൈ ഇതൻ എന്നുള്ള നസ്ബയും ഇത് ജസ്മും ചെയ്യും. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യമാണ്, വളരെ കുറഞ്ഞ കാര്യങ്ങളാണ് പാഠത്തിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ പറയപ്പെട്ട ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് അങ്ങനെ പഠിച്ചു വെക്കണം. അവിടെയുള്ള പൂരിപ്പിക്കാനും മറ്റു രൂപത്തിലൊക്കെ ചോദ്യങ്ങൾ വരും ഇൻഷാ അല്ലാഹ്. ഇനി അതിൻ്റെ തദ്രീബാത്തിൻ്റെ ഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ കുറഞ്ഞ ഭാഗമുള്ളൂ. നമുക്ക് ഫുൾ സമയം ഒഴിവായതുകൊണ്ട് നമ്മൾ മുഴുവൻ ഇപ്പോൾ തന്നെ പറയുകയാണ്. തദ്രീബാത്തിൻ്റെ ഭാഗത്ത് അങ്ങനെ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും പറയാത്തത് കൊണ്ടും ആണ് നമ്മളിപ്പോൾ തന്നെ പറയണം കേട്ടോ. അപ്പോൾ നോക്കുക എന്താണ് തദ്രീബാത്തിൻ്റെ ഭാഗത്ത് പറയണത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ യഫ്അലു യഫ്അലാനി യഫ്അലൂന, തഫ്അലു തഫ്അലാനി യഫ്അൽന, തഫ്അലു തഫ്അലാനി തഫ്അലൂന, തഫ്അലീന തഫ്അലാനി തഫ്അൽന, അഫ്അലു നഫ്അലു. നമ്മൾ ചെറിയ ക്ലാസ്സിൽ സർഫാക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? മുദാരിയ ഫീലിനെ സർഫാക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അത് അതേ രൂപത്തിൽ ഇവിടെ കൊടുത്തതാണ്. ഇനി ഇതൊക്കെ മുദാരിയ ഫീലുകളാണല്ലോ. ഇതിൽ ലമ്മും ലന്നും കടന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പം ലൻ യഫ് അൽ എന്നുണ്ടാവുക, അവിടെ സുക്കൂന് വരും. ഇവിടെ ലം യഫ് അല, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ആ സുക്കൂന് കാണൂല. ഇവിടെ വേറെ രൂപത്തിലാണ് ജസ്മ. ലം യഫ് അലാനി എന്നുള്ള ഈ നൂനുണ്ടായല്ലോ, ആ നൂന് അവിടെ കളയപ്പെട്ടു. ഇവിടെ നൂനെ കളയപ്പെട്ടു. ഇവിടെ കാണുന്നുണ്ട്, ഇവിടെ കളയപ്പെട്ടു. പിന്നെ ഇവിടെ എന്ത് കളഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ജസ്മ കാണാനുണ്ടാവില്ല കേട്ടോ. അവിടെ ജസ്മുണ്ട്, കളയപ്പെട്ടു. ഇവിടെ നൂനെ കളയപ്പെട്ടു. പിന്നെ ഇവിടെ നൂനെ കളയപ്പെട്ടു. ഇവിടെ കളഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ കളയപ്പെട്ടു. അല്ല, ഇവിടെ ജസ്മുണ്ട്, ഇവിടെയും ജസ്മുണ്ട് കേട്ടോ. അപ്പോൾ ആ രൂപത്തിൽ ലം യഫ് അൽ ലം യഫ് അല ലം യഫ് അലു, ലം തഫ് അൽ ലം തഫ് അല ലം യഫ് അൽന, ലം തഫ് അൽ ലം തഫ് അല ലം തഫ് അലു, ലം തഫ് അലി ലം തഫ് അല ലം തഫ് അൽന, ലം അഫ് അൽ ലം നഫ് അൽ എന്നുള്ള രൂപത്തിൽ അത് നമ്മൾ ലമ്മ കടന്നാൽ എങ്ങനെ സർഫാക്കും എന്നുള്ളത് കൂടി പഠിച്ചു വെക്കുക. എന്താണെന്ന് നമുക്ക് നോക്കാം. ലൻ യഫ് അൽ ലൻ യഫ് അല ലൻ യഫ് അലു, ലൻ തഫ് അൽ ലൻ തഫ് അല ലൻ യഫ് അൽന, ലൻ തഫ് അൽ ലൻ തഫ് അല ലൻ തഫ് അലു, ലൻ തഫ് അലി ലൻ തഫ് അല ലൻ തഫ് അൽന, ലം അഫ് അൽ ലം നഫ് അൽ. അപ്പോൾ ഇത് നമുക്ക് നേരത്തേക്ക് പോലെ ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ ഓരോന്നിങ്ങനെ തന്നിട്ട് ഇതിൽ പൂരിപ്പിക്കാനുള്ള രൂപത്തിൽ ചോദിക്കാം. ഇവിടെ ഒരു ലൻ എന്നിട്ട് എഫ് അൽ എന്നുള്ള രൂപത്തിൽ ഇവിടെ തന്നിട്ട് ബാക്കിയുള്ള നമ്മളോട് പൂരിപ്പിക്കാൻ പറയാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എവിടേക്കാണ് നൂന് പോകുന്നത്, എവിടേക്കാണ് അതേ രൂപത്തിൽ സുക്കൂന് വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. എവിടെയൊക്കെ നൂന് കളയപ്പെട്ടിട്ടുണ്ട്, എവിടെയൊക്കെ എന്തൊക്കെ വ്യത്യാസമുണ്ട്. ഈ സാധനങ്ങൾക്ക് കാണാതെ കിട്ടുമായിരിക്കും. അതിലേക്ക് ലന്ന് കിടക്കുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നു, ലമ്മ കിടക്കുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വ്യത്യാസങ്ങൾ നമ്മൾ നേരത്തെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്നല്ലോ കേട്ടോ. അതുപോലെ ഇനി പറയുന്നത് അതിലേക്ക് ഈ പറയപ്പെട്ട ഇതേ സാധനം ഉണ്ടല്ലോ, ഇവിടെ പറഞ്ഞ ഈ ഒരു സാധനത്തിലേക്ക് എന്ത് കിടക്കുന്നു? ലൻ എന്നുള്ള അക്ഷരം. അതായത് ഇത് ജാസിമാണ് കേട്ടോ. ജസ്മ ചെയ്യുന്ന സാധനമാണ് ഇവിടെ കണ്ടത്, ജാസിം. ഇവിടെ എന്താണ്? നാസിബാണ്. നസ്ബ് ചെയ്യുന്ന അക്ഷരങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ലൻ യഫ് അല നേരത്തുള്ള അതേ സംഗതി തന്നെയാണ്. അവിടെ ജസ്മ എന്നുകൊടുത്ത് ഇവിടെ നസ്ബ് വരും എന്നുള്ളേ ഉള്ളൂ. കളയുന്നത് അവിടെയും ഇവിടെയൊക്കെ സെയിം തന്നെ ആയിരിക്കും കേട്ടോ. നൂന കളയുന്നത് അവിടെയും ഇവിടെയും ഈ പറയപ്പെട്ട ഈ ഒന്നാമത്തെ കള്ളിയിലും ഈ രണ്ടാമത്തെ കള്ളിയിലും നൂന കളയുന്നത് സെയിം ആയിരിക്കും. എന്താണ്? അവിടെ സുക്കൂന് വരുന്നിടത്ത് ഇവിടെ എന്ത് ചെയ്യും?
നെസ്ബ് വരുന്നേ ഉള്ളൂ. ഇപ്പം ലൻ യഫ് അല ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ എന്തുണ്ട് നെസ്ബ് വന്നു കേട്ടോ. ലൻ യഫ് അല എന്നുള്ളത് എന്ത് ചെയ്തു, ഇവിടെ നെസ്ബ് വന്നു. ഇവിടെ എന്തായിരുന്നു, ഇവിടെ എന്തായിരുന്നു സുക്കൂൻ ഉണ്ടായിരുന്നു, ജിസ്മ ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ കളയപ്പെട്ടു, ഇവിടെ നെസ്ബ് വന്നു, കളയപ്പെട്ടു. നൂന് കളഞ്ഞിട്ടില്ല, ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ പിന്നെ ഇവിടെ എന്താണ് നെസ്ബ് വന്നു, ഇവിടെ കളയപ്പെട്ടില്ല. എന്തുണ്ട്, നെസ്ബിനെ കാണില്ല, ചില സ്ഥലത്ത് കാണില്ല എന്ന് പറഞ്ഞല്ലോ, അങ്ങനത്തെ സ്ഥലമാണത് കേട്ടോ. ഇവിടെ കളയപ്പെട്ടിട്ടുണ്ട്, ഇവിടെ കളയപ്പെട്ടു, ഇവിടെ കളഞ്ഞിട്ടില്ല, ഇവിടെ കണ്ടിട്ട് ഇവിടെ നെസ്ബുണ്ട്, ഇവിടെ നെസ്ബുണ്ട്. അപ്പം ഈ രണ്ട് രൂപത്തിലും എങ്ങനെയാണ് എന്ത് ചെയ്യുക, സർഫാക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെ സർഫാക്കുക, ലൻ യഫ് അല ലൻ യഫ് അല ലൻ യഫ് അലു, ലൻ തഫ് അല ലൻ തഫ് അല ലൻ യഫ് അൽന, ലൻ തഫ് അല ലൻ തഫ് അല ലൻ തഫ് അലു, ലൻ തഫ് അലി ലൻ തഫ് അല ലൻ തഫ് അല, ലൻ അഫ് അല ലൻ നഫ് അല. അപ്പം ലൻ എന്നുള്ളത് വന്നാലും ലം എന്നുള്ളത് വന്നാലും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അക്ഷരങ്ങളൊക്കെ ഇന്ന് ലം, ലമ്മ, ലാമല്ലംറക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവുക എന്നുള്ള, അൻ വന്നാൽ എങ്ങനെ ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇവിടെ ഇപ്പോൾ ജസ്മ് ഉള്ളതിൽ ലമ്മ് മാത്രമേ ഉദാഹരണം പറഞ്ഞിട്ടുള്ളൂ, നെസ്ബിൻ്റെ ലെന്ന് മാത്രമേ ഉദാഹരണം പറഞ്ഞിട്ടുള്ളൂ. മറ്റെന്തെങ്കിലും ഇവിടെ അൻ എന്ന് വന്നാലും ഇതേ രൂപത്തിൽ തന്നെയായിരിക്കും അതിൻ്റെ രൂപം ഉണ്ടാവുക എന്നുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പട്ടിക നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി വരാൻ സാധ്യതയുള്ള മറ്റൊരു രൂപത്തിലുള്ള ചോദ്യങ്ങളാണിത്. അതായത് പൂരിപ്പിക്കാനൊക്കെയുള്ള അല്ലെങ്കിൽ യോജിച്ചത് എടുത്തതാണുള്ള രൂപത്തിൽ നുക്കമ്മിലു ബിൽ മുനാസിബ് എന്നുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങൾ. അൽ വലതു കുട്ടി ലം ഡാഷ് ഫിൽ മദ്രസത്തി, കുട്ടി മദ്രസയിൽ എത്തിയിട്ടില്ല എന്നാണ് വേണ്ടത്. യഹ്ലുറു യഹ്ലുറ യഹ്ലുർ, യഹ്ലുർ എന്ന് പറഞ്ഞാൽ എത്തുക അല്ലെങ്കിൽ ഹാജരാവുക എന്നൊക്കെയാണല്ലേ. കുട്ടി മദ്രസയിൽ ഹാജരായിട്ടില്ല എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ലമ്മ് വന്നതുകൊണ്ട് ലം എന്ന ഇത് വന്നതുകൊണ്ട് യഹ്ലുറു എന്നുള്ളതും യഹ്ലുറ എന്നുള്ളതും ശരിയല്ല, തെറ്റാണ്. പിന്നെ യഹ്ലുർ എന്നാണ് വേണ്ടത് അല്ലേ. അപ്പം ലം യഹ്ലുർ എന്നുണ്ടാവുക കേട്ടോ. ലമ്മാണെങ്കിൽ അവസാനത്തിൽ ജസ്മു വേണം എന്ന് നമ്മൾ പഠിച്ചതാണ്. ഇനി അടുത്തത് അൽ മുഅ്മിനു ഡാഷ് യക്ദിബ, മുഅ്മിന് കളവ് പറയില്ല എന്നുള്ള അർത്ഥമാണ് വേണ്ടത്. അപ്പോൾ ഇല്ല എന്നുള്ള അർത്ഥം എന്തിനാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ യക്ദിബ എന്നല്ലേ വന്നത്, യക്ദിബ എന്നുള്ളതാണ് വന്നത്. അതുകൊണ്ട് എന്തായാലും ലമ്മ് വരില്ല. ലമ്മ് വന്നിക്കുകയാണെങ്കിൽ ഇവിടെ യക്ദിബ് എന്ന് വരണം. അപ്പോൾ ഇവിടെ ലമ്മല്ല എന്നുള്ള ഉറപ്പാണ്. പിന്നെ അൻ ലെൻ, അൻ എന്ന് പറഞ്ഞാൽ ആൽ എന്നൊക്കെ ഒരു അർത്ഥം ഉണ്ടാവുക, ലെൻ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അല്ല ഇല്ല എന്നൊക്കെ. അപ്പോൾ ഇവിടെ ലെൻ യക്ദിബ, മുഅ്മിൻ എന്ത് ചെയ്യില്ല, കളവ് പറയില്ല എന്നുള്ളതാണ് വരേണ്ടത്. അപ്പോൾ ലെന്നാണ് അവിടെ വേണ്ടത് കേട്ടോ. ലെൻ എന്നുള്ളതാണ് അവിടെ വേണ്ടത്, ലെൻ യക്ദിബ. പിന്നെ അടുത്തുള്ളത് അത്വാലിബാനി ലം ഡാഷ് അത്തദ്രീബ. അത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികളിലെ അവരെന്താണ് ലം യക്തുബാനി, ലം യക്തുബാനി എന്നുള്ളിടത്ത് യക്തുബാനി എന്നുള്ളിടത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, യക്തുബാനി, ഇതാ യക്തുബാനി എന്നുള്ളത് ഇവിടെയാണ്. ഇപ്പോൾ ഇവിടെ യക്തുബു എന്നാണെങ്കിൽ യക്തുബാനി ഇവിടെയാണ് വരിക, യക്തുബാനി. അപ്പോൾ ലെൻ എന്ന് പറയുമ്പോൾ ഇവിടെ നൂനെ കളയപ്പെടും അല്ലേ, അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ്. അപ്പോൾ ഒരിക്കലും ഇത് ശരിയാവില്ല, യക്തുബാനി എന്നവിടെ വരില്ല. പിന്നുള്ളത് യക്തുബ നക്തുബ എന്നുള്ളതാണ്. അപ്പോൾ അത്വാലിബാനി ആയതുകൊണ്ട് യക്തുബ എന്നുള്ളതാണ് ശരി. നക്തുബ എന്നാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്നൊക്കെ അർത്ഥം വരുന്ന സാധനമാണല്ലോ. അപ്പോൾ ഇതും ശരിയല്ല. ഇതെന്തുകൊണ്ടാണ് ശരിയില്ലാത്തതെന്നുള്ളത് നമുക്ക് അറിയേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ഈ നൂനെ കളയപ്പെടും എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്, യക്തുബ, അത്വാലിബാനി ലം യക്തുബ എന്നാണ് വേണ്ടത് കേട്ടോ. അപ്പം ഇങ്ങനെ ഈ രൂപത്തിലൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിലുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ലം തറ എന്നുള്ള സാധനം നമ്മൾ കണ്ടു, ലം തറ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇവിടെ ജസ്മില്ല, സുക്കൂനില്ല എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് ഈ പറയുന്നത്. നദ്റുസ്വാനി ജവാസിമി അന്നവാസിമിന സുഫുഫിൽ ആലിയ ഇൻഷാ അല്ലാഹ്. ഉയർന്ന ക്ലാസ്സുകളിൽ ഈ കാര്യങ്ങൾ ജസ്മ ചെയ്യുന്നതും നെസ്ബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ പഠിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് അറബിയിലുള്ള ഒരുപാട് വിശദമായ പഠനത്തിൻ്റെ ഭാഗമാണ്. അപ്പം ചില സ്ഥലത്ത് ഈ റഫ് നെസ്ബ് ഒന്നും കാണൂല, അത് എന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ളതൊക്കെ വിശാലമായി പഠിക്കേണ്ടതാണ്. അപ്പോൾ അതേ രൂപത്തിലുള്ള സംഭവമാണ് ഇവിടെ നമ്മൾ ലം തറ എന്ന് ഇവിടെ കണ്ടില്ലേ നിങ്ങൾ. എനിക്ക് സംശയം ഉണ്ടായിരുന്നു അറിയില്ല, നിങ്ങളിവിടെ കണ്ടപ്പം അലം തറ അലം യറ എന്നുള്ളിവിടെ കണ്ടു, അതുപോലെ തന്നെ അലം തറ എന്നുള്ളിവിടെ കണ്ടു. ഇവിടെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി നേരത്തെ പറഞ്ഞ മാതിരിയുള്ള സുക്കൂൻ ഇവിടെ കാണുന്നില്ലല്ലോ, ഇവിടെ നെസ്ബാണുള്ളത് അല്ലേ. കാഴ്ചയിൽ അങ്ങനെ അവിടെ ഉള്ളത്, പക്ഷേ അവിടെ ജസ്മിൻ്റെ സ്ഥലമാണ്. ഇതൊന്നും കാണാത്ത എന്താണെന്നുള്ളത് നിങ്ങൾ പ്രശ്നമാക്കണ്ട. ഇപ്പം നിങ്ങൾ ഇത്
അതിൻ്റെ ഉദാഹരണമാണ് ലം തറ യറ എന്നുള്ളിടത്ത് എന്താണ് ജസ്മ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് പഠിക്കട്ടോ. വിശദമായിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മാത്രമേ അതെന്ത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഈ പാഠത്തിൽ വന്ന കാര്യങ്ങൾ അതേ രൂപത്തിൽ നിങ്ങൾ പഠിച്ചു വെക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. കാരണം ഇത് നിങ്ങൾക്ക് എന്തായാലും പൂരിപ്പിക്കാനോ വിട്ട ഭാഗം പൂരിപ്പിക്കാനോ ഒക്കെ ആയിട്ട് തരും. അങ്ങനെ നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട ഒരു സാധനമായിരിക്കും ഇത്. കാരണം എന്തല്ല ഇതിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം തന്നിട്ട് ഇതിലുള്ള ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഇവിടെ എഴുതി തന്നിട്ടുണ്ടാവും. അതിൻ്റെ അടുത്തും മുറിച്ചിട്ട് ഇവിടെ നോടി ഉണ്ടാവും, ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂരിപ്പിക്കേണ്ടി വരും. അപ്പോൾ ചിലയിടത്ത് നൂന് പോവും, ചിലയിടത്ത് പോവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകണമൊക്കെ ശ്രദ്ധിച്ച് എഴുതാൻ പഠിക്കുക. അതുപോലെ തന്നെ ഈ രൂപത്തിൽ ചോദ്യങ്ങൾ വന്നാലും ശരിയായത് ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ പഠിക്കുക. ഈ 2 കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പ്രത്യേകമായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, ഈ പാഠത്തു നിന്ന് കഴിഞ്ഞ വർഷങ്ങളിലേക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ വന്നു എന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. അടുത്ത ഇതിൽ അത് വിടാം.